ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? ഞാനിവിടെ അങ്ങനെ സൂപ്പറായിട്ടിരിക്കുകയാണ് എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം കുറച്ച് ഒരു വൈറൽ പനിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം എനിക്ക് സൗണ്ട് ഈ ചുമച്ചൊക്കെ ഇങ്ങനെ കുറച്ച് സ്ട്രെയിൻ ആയിട്ട്, ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോയിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ചുമയായിട്ടിരിക്കുകയാണ്. സോ അങ്ങനെ കുറച്ച് സ്ട്രെയിൻ ആയിട്ട് ഇരിപ്പുണ്ട്. ചുമ ഇപ്പം ഒരു 2 ദിവസമൊക്കെ ഇങ്ങനെ ഒരു കുത്തി ചുമ ഉണ്ടായിരുന്നു. ഇപ്പൊ ചുമ ഏകദേശം നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഞാൻ ഈ കാര്യമൊന്നും അല്ല ആക്ച്വലി സംസാരിക്കാൻ വന്നത്, പക്ഷെ എന്നാലും പറയാം. തേനും ഇഞ്ചിയും മഞ്ഞളും, അപ്പൊ അതിങ്ങനെ ഇടവിട്ട് ഞാൻ ഒരു 3-4 പ്രാവശ്യം കുടിച്ചതേ ഉള്ളൂ. ചുമയൊക്കെ പമ്പ കടന്നുപോയി. ഭയങ്കര എഫക്റ്റീവാണ് കേട്ടോ. എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ വൃത്തികെട്ട ഒരു കുത്തി ചുമ ഉണ്ടായിരുന്നു. അപ്പം അതിന്റെ പേരിലാണ് ഇന്നിപ്പോൾ ഈ വീഡിയോ എടുക്കാൻ തന്നെ സാധിക്കുന്നത്. സോ അപ്പം എന്നെപ്പോലെ പനിയൊക്കെ പിടിച്ചിരിക്കുന്നവരാണെങ്കിൽ നന്നായിട്ട് വെള്ളം കുടിക്കുക. ചെറു ചൂടുവെള്ളം എപ്പോഴും കഴിക്കരുത്, വെള്ളം കുടിക്കുക കേട്ടോ. ഇപ്പൊ തന്നെ വെള്ളം കുടിച്ചോളൂ. ഇപ്പൊ പനിയുടെയൊക്കെ സീസൺ ആണ്. സോ എല്ലാവരും നന്നായിട്ട് ടേക്ക് കെയർ ചെയ്യുക. പിന്നെ പനി വന്നു കഴിഞ്ഞാൽ എനിക്കെന്ന് വെച്ചാൽ ഇങ്ങനെ ഫീവർ, ഭയങ്കര ചൂടൊന്നും അങ്ങനെ വരാറില്ല. ഈ പറഞ്ഞ പോലെ ഈ തുമ്മലോ അല്ലെങ്കിൽ തുമ്മലും ചീറ്റലും കുത്തലും ഒക്കെയാണ് ആക്ച്വലി എഫക്ട്സ് മൈ ത്രോട്ട് ആൻഡ് സൗണ്ട്. അപ്പോൾ അത് നമ്മുടെ പരിപാടിയെ ബാധിക്കുന്ന കാര്യമാണ്. വീഡിയോ എടുക്കുന്നതോ പാട്ട് പാടുന്നതോ പ്രാക്ടീസിനെയോ അല്ലെങ്കിൽ ബ്രീതിങ് എക്സസൈസിനെയോ ഒക്കെ ബാധിക്കുന്ന പോലത്തെ അങ്ങനത്തെ പരിപാടികളൊക്കെ വരുന്നത്. അല്ലാതെ ചൂട് വരാറില്ല എനിക്ക് പനിയാകുമ്പോഴത്തേനും. പിന്നെ ഈ വെള്ളം കുടി പോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ ഞാനിപ്പം ഒരു 3-4 ദിവസമായിട്ട് അതിൽ കൂടെ ഒക്കെ കടന്നു പോയത് കൊണ്ട് ഞാൻ ജസ്റ്റ് ഇപ്പം ഇത് കാണുന്ന ആർക്കെങ്കിലും പനി ഉണ്ടെങ്കിൽ ഹെൽപ്പ് ആയിക്കോട്ടെ എന്ന് വെച്ച് പറയാം കേട്ടോ. കാരണം നമ്മൾ ഈ പനി വരുമ്പോഴേ, ഇപ്പം ഏതൊരു ഫ്രണ്ട് വല്ലതും വിളിക്കുമ്പോൾ എന്താ പനിയാന്ന് പറയുമ്പോഴേ ആദ്യം ഹോസ്പിറ്റലിൽ പോയോ, മരുന്ന് കഴിച്ചു. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യമേ ഓടാണ്ട് കുറച്ച് റെസ്റ്റ് ഒക്കെ എടുക്കുക. ഇൻ കേസ് ഓഫ് എമർജൻസി അല്ലാത്ത പക്ഷം കേട്ടോ, കുറച്ച് റെസ്റ്റ് ഒക്കെ എടുക്കുക, നമ്മളതായിട്ടുള്ള കുറച്ച് പൊടിക്കൈകളൊക്കെ ചെയ്യുക. കാരണം ഇംഗ്ലീഷ് മരുന്ന് എന്ന് പറയുന്നത് എന്തായാലും ഇഫക്റ്റീവാണ്, ബട്ട് അറ്റ് ദ സെയിം ടൈം സൈഡ് ഇഫക്ട്സ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഞാൻ സൗണ്ട് ഇഫക്ട്സ് എന്ന് പറയാൻ വരുമായിരുന്നു, സൈഡ് ഇഫക്ട്സ് കൊടുക്കുന്നതാണ്. മിക്ക ആൾക്കാരും കമന്റ് ചെയ്യാറുണ്ട് എൻ്റെ വീഡിയോയ്ക്ക് സൗണ്ട് പോരാ എന്ന് കമന്റ് ചെയ്യാറുണ്ട്. സോ നമുക്ക് മൈക്ക് വല്ലതും വാങ്ങാം കേട്ടോ, നമുക്ക് മൈക്ക് വാങ്ങാം. സോ ആ പ്രശ്നം നമുക്ക് അങ്ങോട്ട് മാറ്റി കൊടുക്കാം. അതേപോലെ തന്നെ കുറെ പുതിയ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ ചാനലിൽ കൊണ്ടുവരാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. സോ സൗണ്ടിന്റെ കാര്യങ്ങൾ നമുക്ക് ഉടനെ തന്നെ ഒരു മൈക്ക് വല്ലതും വാങ്ങാം കേട്ടോ. നല്ല മൈക്ക് ഏതാന്നൊക്കെ നിങ്ങളൊന്ന് കണ്ടുപിടിച്ചൊന്ന് കമന്റ് ചെയ്യൂ കേട്ടോ. അപ്പം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊരു ചോട്ട മൈക്ക് നമുക്ക് മേടിക്കാം. കാരണം കുറെ പേരായി പറയുന്നു, അപ്പോൾ സബ്സ്ക്രൈബേഴ്സ് പറയുന്നത് നമ്മൾ പരിഗണിക്കണമല്ലോ. അപ്പോൾ കുറച്ചധികം ചേഞ്ചസും ഒക്കെ ആയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് റെനോവേറ്റ് ചെയ്യാനായിട്ട് നോക്കിയിരിക്കുകയാണ്. അതിന് പിന്നിൽ കാര്യങ്ങളുണ്ട്, കാരണങ്ങളുണ്ട്, നിങ്ങൾ അറിയും വഴിയെ. ചിലപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ചെറുതായിട്ടൊന്ന് പറയും, പക്ഷെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വരും പോലെ പറയും. ചിലർക്കൊക്കെ അത് ഗസ് ചെയ്യാം. യൂട്യൂബേഴ്സ് ആയിട്ടുള്ളവർക്ക് ചെറുതായിട്ട് ഗസ് ചെയ്യാൻ പറ്റും, ബാക്കിയുള്ളവർക്കും മേബി എന്നെ ആദ്യം മുതൽ കാണുന്നവർക്ക് ഗസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അല്ലെങ്കിൽ എന്നെ ഇങ്ങനെ സൂക്ഷ്മമായി വീക്ഷിക്കുന്നവർക്ക് കാണാൻ പറ്റും, അല്ലെങ്കിൽ ഊഹിക്കാൻ പറ്റും. അപ്പം അതുകൊണ്ട് ഈ ഒരു വീഡിയോയ്ക്ക് കൂടെ ഒക്കെ നിങ്ങൾ സൗണ്ടിന്റെ കാര്യം മാക്സിമം വോളിയത്തിലിടുക കേട്ടോ. അല്ലെങ്കിൽ ഒരു ഹെഡ്സെറ്റ് വെച്ചാൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും അല്ലേ. എനിവേസ്, അപ്പോൾ നമുക്ക് എന്തോ ഒരു റെസ്ട്രിക്റ്റഡ് ഫീലിംഗ് വരും ഹെഡ്സെറ്റ് വെച്ച് കഴിയുമ്പോഴത്തേക്കും. അപ്പോൾ പറഞ്ഞു വന്നത്, നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള റെമഡീസ് മാക്സിമം ചെയ്യുക നമ്മുടെ ഹെൽത്തിന് വേണ്ടിയിട്ട്. എന്നിട്ട് ഒന്നും ശരിയാവുന്നില്ലെങ്കിൽ ഒരു ഇപ്പം ഇംഗ്ലീഷ് മെഡിസിനൊക്കെ പോകുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഞാൻ ജനറലൈസ് ചെയ്ത് പറഞ്ഞതല്ല കേട്ടോ, ചെറിയ തുമ്മലും ചുമയ്ക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതാണ്. സോ ഞാൻ അങ്ങനെ പതിയെ ശരിയായി വരുന്നതേ ഉള്ളൂ. സോ ഞാൻ അതെല്ലാം നല്ല രീതിയിൽ
ശരിയായിട്ട് ശേഷമേ ഞാൻ ഇനി പാട്ട് വീഡിയോ ഇടുന്നുള്ളതാണ് എൻ്റെ തീരുമാനം. പറയാൻ പറ്റത്തില്ല, എൻ്റെ കാര്യമായിട്ട് എനിക്ക് പാടാതെ ഇരിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. സോ ഞാൻ എപ്പോഴും ഇങ്ങനെ വിചാരിക്കും, ഓക്കെ ഫുൾ ത്രോട്ട് റെസ്റ്റ് ഒക്കെ എടുത്ത് ഇങ്ങനെ ഇരിക്കണം, കണ്ടറിയണം. സോ ലൈറ്റായിട്ടുള്ള ഫുഡ് കഴിക്കാൻ ശ്രദ്ധിക്കുക. ഓൾറെഡി ഞാൻ പ്യുവർ വെജാണ്, അപ്പം ലൈറ്റ് ഫുഡ് ആണ് കൂടുതൽ കഴിക്കാറ്. കുറച്ചുകൂടെ ലൈറ്റ് ആയിട്ടുള്ള രീതിയിൽ എന്ന് പറയുമ്പോഴത്തേന് കുറച്ച് കഞ്ഞിയും പയറും കൂടെ ഒക്കെ ഉൾപ്പെടുത്തുക ഫുഡിൽ, അത് നല്ലതായിരിക്കും. എന്നുവെച്ചാൽ നമുക്ക് ഇപ്പോൾ രോഗാവസ്ഥയിലായിരിക്കുമ്പോഴും നമുക്ക് എന്താ പറയുക, കുറച്ച് എനർജി തരാനായിട്ട് ഹെൽപ്പ് ചെയ്യും ലൈറ്റ് ആയിട്ടുള്ള ഫുഡാണെങ്കിൽ. കാരണം വയറിലൊന്നും ബ്ലോട്ടിങ് ഒന്നും വരാണ്ട്. സോ നമ്മുടെ വീഡിയോ ടോപ്പിക്, ഇന്നത്തെ വീഡിയോ വിഷയം ഇതേ അല്ല കേട്ടോ. അപ്പം ഞാൻ ഈ വർത്താനം പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെ കടല് പോലെ വർത്താനം പറയും. ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞാൽ എൻ്റെ തല ഓക്കെ ഞാൻ ഇങ്ങനെ ഇരിക്കാം. അപ്പം ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ആസ്ക് മീ എനിത്തിങ് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു സാധനം ഇട്ടിരുന്നു നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റിലൊക്കെ. സോ അപ്പം നിങ്ങൾ തന്ന ചോദ്യങ്ങളിൽ നിന്ന് കുറച്ച് ചോദ്യങ്ങൾ മാത്രം എടുക്കുകയാണ്, എന്നിട്ട് വീഡിയോ ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ അതിൻ്റെ ഒരു നിങ്ങൾ തന്ന ചോദ്യം പ്ലസ് ഞാൻ വിചാരിച്ചത് ആസ്ക് മീ എനിത്തിങ് അങ്ങനെ ഒരു ടൈറ്റിൽ കൊടുക്കാനല്ല, ഫാക്ട്സ് അബൌട്ട് മീ ദാറ്റ് യു ഡോണ്ട് നോ. നിങ്ങൾക്ക് വ്യൂവേഴ്സിന് അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സിന് അറിയാത്ത എൻ്റെ ചില പരിപാടികളില്ല, എൻ്റെ ചില ഫാക്ട്സോ അല്ലെങ്കിൽ സം ഫണി തിങ്സോ അങ്ങനത്തെ രീതിയിൽ അത് മാറ്റാമെന്ന് വിചാരിച്ച് അങ്ങനത്തെ കുറച്ച് ചോദ്യങ്ങൾ മാത്രമായിട്ട് ഞാൻ ഫിൽട്ടർ ചെയ്തെടുത്തിരിക്കുക കേട്ടോ. യാ സോ പോകെ ഞാൻ ഇന്നാള് ഞാൻ സത്യം പറഞ്ഞാൽ ലൈവ് വീഡിയോസ് വളരെ കുറവായിരുന്നു, ഓഡിയൻസുമായിട്ടുള്ള ഇൻട്രാക്ഷൻ വളരെ കുറവ്. അത് ബെറ്റർ ആക്കാൻ ഞാൻ എൻ്റെ ഫസ്റ്റ് Q&Aയിൽ ഞാൻ പറഞ്ഞിരുന്നതാണ്. അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് മാസങ്ങൾക്ക് ശേഷമാണെങ്കിലും ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ചാനൽ റിനോവേറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഉറപ്പായിട്ടും ലൈവ്സ് ഒക്കെ കൂടുതൽ നിങ്ങളിലേക്ക് എത്തിക്കണം, മൈക്ക് മേടിക്കണം, കുറച്ച് സെറ്റപ്പായി എന്താണ് ലേറ്റായി വന്നാലും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്നുള്ള ലേറ്റസ്റ്റ് ആയിട്ട് അപ്ഗ്രേഡ് ചെയ്യാനായിട്ടുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിവേസ് നമുക്ക് നമ്മുടെ ഫാക്ട് അതിലേക്ക് കടക്കാം. ഓക്കെ, ചുമ്മാ റാൻഡമായിട്ട് ക്വസ്റ്റ്യൻസ് എടുക്കുക കേട്ടോ. സോ തെറപ്പി എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്, ഞാൻ ആൾക്കാരുടെ പേര് പറയുന്നില്ല, ജസ്റ്റ് ക്വസ്റ്റ്യൻ മാത്രം എടുത്ത് പറയാം കേട്ടോ. പേര് പറയണം എന്നുണ്ടെങ്കിൽ നിങ്ങളത് പറയണം കേട്ടോ. എൻ്റെ പേര് പറയണം എന്ന് പറഞ്ഞാൽ ഞാൻ പേര് പറയാം നെക്സ്റ്റ് ടൈം തൊട്ട്. ഞാൻ പേര് എഴുതി വെച്ചിട്ടുമില്ല. സോ എൻ്റെ തെറപ്പി എന്താണ് എന്ന് പെട്ടെന്ന് എനിക്കത് കേൾക്കുമ്പം എനിക്ക് മേക്കപ്പാണ് പറയാനുള്ളത്. എനിക്ക് മേക്കപ്പ് ചെയ്യാനായിട്ട് കൊച്ചിലെ തൊട്ട് തന്നെ ഭയങ്കര ഇഷ്ടമാണ്. അത് മിക്ക സ്ത്രീകളും അങ്ങനെ ഒരു ജനറലൈസ് ചെയ്യാറുണ്ട്, സ്ത്രീകൾക്ക് മേക്കപ്പ് കൂടുതലാണ്, മേക്കപ്പ് ചെയ്യാൻ ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് ജെന്യുവൻലി എനിക്ക് കൊച്ചിലെ തൊട്ട് മേക്കപ്പ് ഇട്ട് കഴിയുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു പോസിറ്റിവിറ്റിയാണ്, എനിക്കിഷ്ടമാണ്. കുറച്ചൊരു ലൈറ്റായിട്ടൊരു ഇതൊക്കെ ഇട്ട് ലിപ് ടിൻ്റൊക്കെ ഇട്ട് ഒന്ന് കണ്ണെഴുതിയാൽ അത് മേക്കപ്പ് എന്ന് വിളിക്കാൻ പറ്റുമോ എന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ഇത്രയൊക്കെ ലൈറ്റായിട്ടാണ് ചെയ്യാറ്, എന്നിട്ടാണ് മേക്കപ്പ് ഇടാറ്, ഇഷ്ടമാണ് മേക്കപ്പ് ചെയ്യും എന്നൊക്കെ പറയുന്നത്. ഇത് തന്നെ വലിയ മേക്കപ്പാണ് എനിക്ക്. കാരണം ഞാൻ ഒരു മോയ്സ്ചറൈസറോ അല്ലെങ്കിൽ നമ്മൾ ധനുഷ്കോടിയിലൊക്കെ പോയപ്പോഴാണ് അപ്പാടെ സൺസ്ക്രീൻ വരെ ഉപയോഗിച്ചിട്ടുള്ളൂ, അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ഉപയോഗിക്കാറില്ല. പിന്നെ എൻ്റെ വേളിക്ക് മുന്നേ വരെ, മാരേജിന് മുന്നേ വരെ ഞാൻ പൗഡർ ഇടുമായിരുന്നു. അപ്പം എൻ്റെ വേളിക്ക് ശേഷം എൻ്റെ ഈ വന്ന വീട്ടിലെ എല്ലാവരും പറയായിരുന്നു പൗഡർ ഇടുമ്പോൾ നമ്മുടെ സ്വാഭാവികമായ സ്കിൻ ടോണിനെ അത് ബാധിക്കുന്നു. അപ്പം ഞാൻ അതങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും എടുത്തില്ല. ഞാൻ ഗ്ലാമർ കൂടിട്ടെന്ന് വെച്ചാൽ നല്ല രീതിയിൽ പൗഡർ ഇടുമായിരുന്നു. എൻ്റെ വിചാരം പൗഡർ ഇടുന്നതാണ് അൾട്ടിമേറ്റ് മേക്കപ്പ് എന്നായിരുന്നു. അന്നൊന്നും ഈ യൂട്യൂബോ വീഡിയോയോ അല്ലെങ്കിൽ മേക്കപ്പ് ആൾക്കാർ പറയുന്നതൊന്നും കേൾക്കുന്നു അങ്ങനത്തെ വിവരമൊന്നും ഇല്ലല്ലോ നമുക്ക്. പിന്നെ അങ്ങനെ മേക്കപ്പ് ആർട്ടിസ്റ്റുകളൊന്നും അങ്ങനെ പേഴ്സണലായിട്ട് പരിചയമില്ല. അപ്പം പൗഡർ ഇടുക, ഓക്കെ. അപ്പം പൗഡർ ഇടുന്നതായിരുന്നു മേക്കപ്പ്. പിന്നെ ഗ്രാജുവലി എനിക്ക് മനസ്സിലായി അവരുടെയൊക്കെ സ്കിൻ എന്ന് പറഞ്ഞാൽ എൻ്റെ കുട്ടി കുറച്ച് പരവരല്ല ഇരിക്കുന്നത്, വളരെ കുറച്ചുകൂടെ സോഫ്റ്റ്നെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇനി പൗഡർ ആണോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പൗഡർ മാറ്റി. ഇപ്പോൾ വർഷങ്ങളായിട്ട് ഞാൻ പൗഡർ ഉപയോഗിക്കാറില്ല. ജസ്റ്റ് ഒന്ന് പുറത്ത് പോകുമ്പോൾ കണ്ണെഴുതും, പൊട്ടിയിടും,
ചിലപ്പം തോന്നിയാൽ ഒരു ലൈറ്റായിട്ടൊരു ലിപ്റ്റിൻ്റെ കൊടുക്കും. ഇത്രയൊക്കെ തന്നെ ഉള്ളൂ എൻ്റെ മേക്കപ്പ്. ഇതാണ് എൻ്റെ മേക്കപ്പ് എന്ന് പറയുന്നത്. കുറച്ചും കൂടെയൊക്കെ മേക്കപ്പ് പഠിക്കണം, മേക്കപ്പ് ചെയ്യണം. എനിക്ക് കോൺഫിഡൻസ് ഇല്ല ഇനിയിപ്പോൾ എന്തെങ്കിലും ചെയ്താൽ അത് മിസ്മാച്ച് ആവോ. ഇപ്പം ഇത്രയൊക്കെ തന്നെ കുറച്ച് ചെയ്യാനുള്ള കോൺഫിഡൻസ് ഉള്ളൂ. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് സഡൻലി എൻ്റെ മൂഡ് ഷിഫ്റ്റ് ആവും. സോ ഓഫ് കോഴ്സ് എൻ്റെ ഫസ്റ്റ് ചോദ്യം തെറപ്പി ആയിരുന്നു. മേക്കപ്പ് ഈസ് ദ ബെസ്റ്റ് തെറപ്പി ഫോർ മീ. പലരും പലത് പറയും. ചിലർ പറയും സാഡ് മ്യൂസിക് ആണ്, ചിലർ പറയും ഫ്രണ്ട്സ് ആണ്. അതൊക്കെ ഉണ്ടല്ലേ, ഓരോ സമയത്ത് നമുക്ക് ഓരോ മൂഡ് പോലെ. എന്നാലും മോസ്റ്റ് ഓഫ് ദ ടൈം ഇപ്പം ഞാൻ എലോൺ ആയിട്ടൊക്കെ ഇരിക്കുകയാണ്, ഒറ്റയ്ക്കേ ഉള്ളെങ്കിൽ എനിക്ക് എന്നെ തന്നെ ഏറ്റവും കൂടുതൽ പെട്ടെന്ന് ഒന്ന് അപ്ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന സാധനം എന്ന് പറയുന്നത് പെട്ടെന്ന് ഒരു ഷവർ ചെയ്യുക, പിന്നെ മേക്കപ്പ് ഇടുക. മേക്കപ്പ് ഇട്ട് കഴിയുമ്പോൾ ഞാൻ വാവ് എന്നുള്ളൊരു ഫീലിംഗ്, ആ ഒരു ഫീലിങ്ങിലേക്ക് എത്തും. സോ അതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. അടുത്ത ബിഗസ്റ്റ് ഫിയേഴ്സ്. അതെനിക്ക് ഇൻസ്റ്റഗ്രാമിൽ വന്ന ചോദ്യമായിരുന്നു കേട്ടോ. ഇൻസ്റ്റഗ്രാമിൽ നിന്ന് ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട്, ഫേസ്ബുക്കിൽ നിന്നും എടുത്തിട്ടുണ്ട്, യൂട്യൂബിൽ നിന്നും എടുത്തിട്ടുണ്ട്. ഓക്കെ, ഞാൻ യൂഷ്വലി എൻ്റെ ആദ്യത്തെ Q&Aയിൽ ഞാൻ അങ്ങനെ തന്നെ ആയിരുന്നു, എല്ലായിടത്തും നിന്നും എടുത്തിട്ടുണ്ടായിരുന്നു ചോദ്യം. ഈവൻ വാട്സപ്പിൽ നിന്നും എടുത്തിട്ടുണ്ട്. ഫ്രണ്ട്സ്, ഞാൻ വെറുതെ വാട്സപ്പിൽ നിന്ന് സ്റ്റാറ്റസ് ആക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ബിഗസ്റ്റ് ഫിയേഴ്സ് എനിക്ക് കുറച്ച് നാൾ മുന്നേ വരെ ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ ഡാർക്ക്നെസ് ആയിരുന്നു. അതിപ്പോൾ കംപ്ലീറ്റ്ലി അങ്ങ് അറിഞ്ഞൂടെ. പണ്ടത്തെ പോലെ വല്ല ഈ കൊച്ചിലെയൊക്കെ ഞങ്ങൾക്ക് ഇങ്ങനെ പഴയ എൻ്റെ അമ്മാത്തൊക്കെ ഇങ്ങനെ ഇരുളം പിടിച്ച് അങ്ങനത്തെ ഒരു സാധനങ്ങളൊക്കെ പോവുകയും ജീവിക്കുകയൊക്കെ ചെയ്യും. ഇപ്പം അങ്ങനെ ജീവിക്കേണ്ടി വരുന്നില്ല. പക്ഷെ ഞാൻ വിചാരിക്കുന്ന ഇപ്പം എനിക്ക് ഒട്ടുമേ എനിക്ക് ഡാർക്ക്നെസ് അധികം പേടിയില്ലാത്തതായിട്ടാണ് ഞാൻ ധരിക്കുന്നത്. സോ അപ്പോൾ അത് പറയാൻ പറ്റില്ല ബിഗസ്റ്റ് ഫിയേഴ്സ്. പിന്നെ സ്വിമ്മിങ്. ഞാൻ സ്വിമ്മിങ് വീഡിയോ, എൻ്റെ എങ്ങനെയാണ് ഞാൻ സ്വിമ്മിങ് പഠിച്ചതെന്നുള്ളൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അത് പോയി കണ്ടാൽ മതി നിങ്ങൾ. അപ്പം അതും റീസെൻ്റ്ലി പഠിച്ചു. അപ്പം ഇപ്പം നിലവിൽ ബിഗസ്റ്റ് ഫിയർ ഏതാ? പാറ്റ. ഞങ്ങളുടെ ഈ ഫ്ലാറ്റിൽ പാറ്റയുടെ കുഞ്ഞുങ്ങൾ രാത്രിയാകുമ്പോൾ ഇങ്ങനെ അവിടുന്ന് ഇവിടുന്ന് ഇറങ്ങുന്ന കാണാൻ പറ്റും. സോ പാറ്റയുടെ കുഞ്ഞുങ്ങളല്ല, പാറ്റ എനിക്ക് ഫിയറാണ്. അത് ഞങ്ങളുടെ കുടുംബപരമായിട്ടുള്ളൊരു ഫിയറാണ് സത്യം പറഞ്ഞാൽ പാറ്റ. അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ ഡിസ്ക്രൈബ് ചെയ്യുന്നില്ല, കാരണം നിങ്ങൾക്ക് അത് ഫണ്ണി ആയിട്ട് തോന്നും, അല്ലെങ്കിൽ നിങ്ങൾ ഇനിയിപ്പോൾ എന്നെ ട്രോൾ ചെയ്യാലോ. അതുകൊണ്ട് ഞാൻ പാറ്റയുടെ പേടിയെക്കുറിച്ച് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോ വാട്ട് ഇറിറ്റേറ്റ്സ് മീ? അതെന്നെ അറിയാവുന്നവർക്കും ഏറ്റവും അടുത്ത് നിൽക്കുന്നവർക്കും അറിയാം. ഈ അടുക്കി പറക്കി വെക്കാണ്ട് വലിച്ചു വാരി ഇടുക, അങ്ങനത്തെ ഒരു സ്റ്റൈലില്ലേ, എനിക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് എന്നെ ഇറിറ്റേറ്റ് ചെയ്യുന്ന സാധനമാണ് ഈ അടുക്കി പറക്കി വെക്കാതെ വലിച്ചു വാരി ഇരിക്കുന്നത്. എനിക്കൊരു ശകലം OCDയും കൂടെ ഉള്ളതുകൊണ്ട് എനിക്കെല്ലാം ഇങ്ങനെ, ഇപ്പം ഇവൻ ചെരുപ്പാണ് നമ്മൾ ഊരിയിടുമ്പോൾ ഇങ്ങനെ കറക്റ്റ് അലൈനാക്കി വെക്കുക, ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിടുക. അപ്പം ഇങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. സോ അതപ്പോൾ നമുക്ക് ഏറ്റവും അടുത്ത് നമ്മുടെ കൂടെ ഇരിക്കുന്ന കൂട്ടുകാർക്കോ അല്ലെങ്കിൽ വീട്ടിലുള്ളവർക്കാണ് അത് കറക്റ്റായിട്ട് അറിയാവുന്നത്. അപ്പം അടുക്കി പെറുക്കി വെക്കാത്തത്. പിന്നെ ഓൾസോ കട്ട നെഗറ്റീവായിട്ടുള്ള മനുഷ്യരില്ലേ, ലൈക്ക് ഒരു ഹോപ്പും ഇല്ല, ഫുൾ നെഗറ്റീവ് മാത്രം ചിന്തിക്കുക, നെഗറ്റീവിൽ ജീവിക്കുക. ഇപ്പം എന്തെങ്കിലും ഒരു വാർത്ത കേട്ടാൽ അതിൻ്റെ നെഗറ്റീവ് മാത്രം ആലോചിക്കുക. അങ്ങനെയുള്ള മനുഷ്യരും ഇറിറ്റേറ്റ്സ് അല്ല, എനിക്ക് സഹതാപം തോന്നാറുണ്ട്. സോ എനിക്ക് ഒട്ടും പറ്റൂല അങ്ങനെയുള്ളവരുമായിട്ട് സെറ്റായി പോകാനായിട്ട്. എനിക്കങ്ങനെ വൈബ് മാച്ച് ആവത്തില്ല. എനിക്ക് പെട്ടെന്ന് വൈബ് മാച്ച് ആവുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇന്നസെൻ്റ് ആയിട്ടുള്ള, നിഷ്കളങ്കരായിട്ടുള്ള ആൾക്കാർ, സോഫ്റ്റ് ആയിട്ട് ഉള്ള മനുഷ്യർ, നിഷ്കളങ്കരായിട്ടുള്ള സ്നേഹമുള്ള മനുഷ്യരാണ് എൻ്റെ വൈബുമായിട്ട് കറക്റ്റ് മാച്ച് ആവുന്നത്. കുറച്ച് പോസിറ്റിവിറ്റിയും ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ചിന്താഗതിയൊക്കെ ഉള്ളവർ. അപ്പോൾ അങ്ങനെയൊന്നും അല്ലാത്ത മനുഷ്യർ ഇറിറ്റേറ്റ്സ് എന്നല്ല, എനിക്ക് പറ്റൂല, എനിക്ക് പറ്റാത്ത ഒരിത്. അപ്പോൾ ഇറിറ്റേറ്റ്സ് എന്ന് നോക്കുമ്പോൾ അടുക്കി ഒതുക്കി ചെയ്യാത്ത ഒരു നീറ്റല്ലാത്ത ഒരു കാര്യങ്ങളൊക്കെയാണ് എന്നെ ഇറിറ്റേറ്റ് ചെയ്യുന്നത്. അതെനിക്ക് ഇറിറ്റേഷനാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യുവർ സെൽസ് ലോസ്റ്റ്. നമ്മൾ ഏതിലാണ് അങ്ങനെ ഡിസോൾവ് ആയി പോകുന്നത്? ഓഫ് കോഴ്സ് നേച്ചറാണ് ഏറ്റവും
അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ എന്താ പറയുക, പ്രകൃതി ഭംഗി, ട്രാവൽ, അതുകൊണ്ടാണ് എനിക്ക് ട്രാവലിംഗ് അത്ര ഇഷ്ടം. എനിക്ക് വല്ല മോളിലോ അല്ലെങ്കിൽ അങ്ങനെ മാൻമെയ്ഡ് സാധനങ്ങളിലോട്ടൊന്നും പോകാനല്ല എനിക്കിഷ്ടം. എപ്പോഴും വല്ല വയലോ വല്ല കാടോ വെള്ളച്ചാട്ടോ മലയും അതൊക്കെയാണ് എനിക്കിഷ്ടം. സോ ഞാൻ ലോസ്റ്റ് ആവുന്ന അങ്ങനെയുള്ള ഇതിലാണ്. അപ്പോൾ അവിടെ കുറച്ച് മ്യൂസിക്കും കുറച്ച് യോഗയും എല്ലാം കൂടെ ഉണ്ടെങ്കിൽ, മെഡിറ്റേഷനും ബ്രീത്തിങ്ങും ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ ലോസ്റ്റ് ആണ് അതിൽ. സോ നേച്ചർ ആണ് ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്ലീസ്. വാട്ട് വണ്ടേഴ്സ് മീ? അതൊത്തിരി കാര്യം വണ്ടർ ചെയ്യാറുണ്ട്. നമുക്കില്ലാത്ത കഴിവുകൾ മറ്റുള്ളവർ കാണുമ്പോൾ നമ്മൾ വണ്ടർ അടിച്ച് നിൽക്കുമല്ലോ. ഒത്തിരി കാര്യങ്ങൾ വണ്ടർ ചെയ്യാറുണ്ട്. എന്നാലും ഒരെണ്ണം ചോദിക്കുകയാണെങ്കിൽ എഴുത്തുകാർ. എനിക്ക് ഇച്ചിരി അസൂയ തോന്നുന്ന ആൾക്കാരാണ് എഴുത്തുകാർ. എനിക്ക് എഴുതാൻ ഭയങ്കര ഇഷ്ടമാണെങ്കിലും അത് വല്ലപ്പോഴും ഒക്കെ മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ്. സോ എഴുത്തുകാർ എനിക്ക് ഭയങ്കര അതിശയമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എഴുത്തുകാർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്ലീസ്. ഇതിപ്പോൾ വലിയൊരു വീഡിയോ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. സോ പാർട്ട് 2 വേണമെങ്കിൽ ഇടാം അല്ലേ? കാരണം ഞാൻ ആദ്യമൊക്കെ കുറേ എന്തൊക്കെയോ ഇൻട്രോ ഒക്കെ പറഞ്ഞതാണ്. നമുക്ക് ബാക്കി പാർട്ട് 2 ആയിട്ട് ചെയ്യാം. ഞാൻ ആകെപ്പാട് എത്ര ക്വസ്റ്റ്യൻ പറഞ്ഞു? 5 ക്വസ്റ്റ്യനേ പറഞ്ഞിട്ടുള്ളൂ. നോ പ്രോബ്ലം. നെക്സ്റ്റ് പാർട്ടിൽ നമ്മൾ ബാക്കി ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പം ആ വീഡിയോയിൽ ഞാനൊരു കുഞ്ഞ് സീക്രട്ട്, നമ്മുടെ ഒരു വിശേഷം കൂടെ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സ്റ്റേ ട്യൂൺഡ് ആൻഡ് വാച്ച് ലൈവ് വിത്ത് ഡിവോഷൻ ചാനൽ. ബൈ.